അപ്പോൾ അങ്ങനെ എന്നെ പോലെ പ്രായമുള്ളവർക്ക് തയ്ക്കാൻ ഒരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ തയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ A to Z തുടങ്ങി ഒരാൾക്ക് തുടക്കക്കാർക്ക് എങ്ങനെ തയ്ക്കാമോ അത് വെച്ചാൽ പറഞ്ഞു തരുന്നത്. നമ്മുടെ അപ്പക്സ് പോയിന്റ് നമ്മൾ BP to BP പറയല്ലേ, ബ്രസ്റ്റ് പോയിന്റ് ടു നെക്സ്റ്റ് ബ്രസ്റ്റ് പോയിന്റ്, അതായത് BP to BP എത്രയാണോ അതാണ് ഷാർപ്പ് അളവെന്ന് പറയുന്നത്. അതായത് 3 പീസ് നൈറ്റിയുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്രണ്ട് പീസിനെ മറ്റൊരു പീസുമായിട്ട് യോജിപ്പിക്കുമ്പം അത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീങ്ങി കഴിഞ്ഞാൽ വൃത്തികെട്ടല്ലേ. അപ്പോൾ ഷാർപ്പ് സാലി റോസ് ചാനലിൻ്റെ പുതിയ കട്ടിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു 6 പാനൽ കുർത്തിയാണ് തയ്ക്കുന്നത് കേട്ടോ. 41 ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള 6 പാനൽ കുർത്തി. ഒരുപാട് നാളായി എന്നോട് പലരും ചോദിക്കുന്നുണ്ട് 6 പാനൽ കാണിക്കാമോ എന്ന്. അപ്പോൾ ഇന്ന് 6 പാനൽ കാണിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ്. ഇതൊരു കോട്ടൺ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ 190 അങ്ങാണ്ട് രൂപ ഇതിന്, ഈ ഫാബ്രിക്കിന് മീറ്ററിന് വിലയുണ്ട്. നല്ല രസം തോന്നി എനിക്കിത് കണ്ടപ്പോഴേ. ഇതിന് ലൈനിങ്ങിന് ആവശ്യമില്ല, നല്ല കട്ടിയുണ്ട്. അതിന് ഇച്ചിരി ഇങ്ങനെ തളതളാന്ന് കിടക്കുന്ന പോലെ ഉണ്ട് അതിൻ്റെ ഉൾവശം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ തുണിയാണ്. ഒരു കാര്യം പറയാം, എന്നെപ്പോലെ ചെസ്റ്റ് സൈസുള്ള അല്ലെ 40ക്ക് മേളിൽ ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് 2.5 മീറ്റർ കൊണ്ട് 6 പാനൽ കുർത്തി തയ്ക്കാൻ പാടാം. പിന്നെ ഞാൻ തന്നെ തയ്ക്കുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൈ എടുക്കാവോ നോക്കാനാണ് കേട്ടോ. നമുക്ക് വലിയ കൈ വേണ്ട, ചെറിയ കൈ എടുക്കാം. വലിയ കൈ എടുക്കാൻ 2.5 മീറ്റർ കൊണ്ട് പറ്റത്തില്ല. 2.25 3 വേണേ, അത് ഓർത്തോണം. അപ്പം നോക്കുക, ഒന്നിട്ട് കാണിച്ചു തരാം. ഇത് എൻ്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ, ഏറ്റവും തുടക്കക്കാർക്ക് ഞാൻ ഇന്നും നിങ്ങളോട് പറയാറുണ്ട്, എനിക്ക് പിള്ളേർ സെറ്റിനെ അല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. അവർ തയ്ച്ചോട്ടെ, അവർ ഇഷ്ടം പോലെ പേര് തയ്ക്കുന്നവരുണ്ട്. അവർക്ക് എങ്ങനെയാലും കണ്ടാൽ മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. എന്നെ പോലെ പ്രായമുള്ളവർക്ക് ഒത്തിരി പേര് തയ്ക്കുന്നുണ്ട്. ഒരുപാട് കമൻസ് എനിക്ക് തരുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അങ്ങനെ എന്നെ പോലെ പ്രായമുള്ളവർക്ക് തയ്ക്കാൻ ഒരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ തയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ A to Z തുടങ്ങി ഒരാൾക്ക് തുടക്കക്കാർക്ക് എങ്ങനെ തയ്ക്കാമോ അത് വെച്ചാൽ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് തുണി, ഈ 2.5 മീറ്റർ തുണിയുടെ നീളമല്ലേ ഇത്, തേര് നീളമാണ്. അതായത് കര എന്നൊക്കെ പറയുന്നതിനെ നമ്മളിങ്ങനെ തുണി തിരിച്ചിട്ടിട്ട് രണ്ടായിട്ട് നീളം രണ്ടായിട്ട് മടക്കി, ഫുൾ നീളം രണ്ടായിട്ട് മടക്കുക. നമ്മൾ ഒരുപോലെ കൃത്യം കറക്റ്റ് ഒരുപോലെ. ഈ തുണിയുടെ വീതിയും കൂടെ പറയാം. ഇത് 44 ഇഞ്ച് വീതിയാണ് കേട്ടോ. ഒരുവിധം വീതിയുള്ള തുണിയാണ്. 44 ഇഞ്ച് വീതി ഇത് കേട്ടോ. കൃത്യം നമ്മളിതിനെ നേരെ മടക്കി. ഇതിൻ്റെ സ്റ്റിക്കറൊന്നും പോയില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷാർപ്പായിട്ട് മടക്കിയിട്ട് ഇതിനെ കറക്റ്റ് 2ആയിട്ട് വീതിപ്പാട് മടക്കിയെടുക്കുക. കറക്റ്റ് 2ആയിട്ട് ഇതിനെ കട്ടിങ് ആരംഭിക്കുന്നത്. നമുക്കിവിടെ തുടങ്ങാം കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത് എന്താ, ഷോൾഡർ, നെക്ക് ഒക്കെ അല്ലേ. നെക്ക് എടുക്കാറില്ല ഇങ്ങനത്തെ ചുരിദാർ തയ്ക്കുമ്പം. നെക്ക് നമുക്ക് ആദ്യമേ വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ, തയ്ക്കുന്നതിന് തൊട്ട് മുമ്പ്. അതുകൊണ്ട് ഞാൻ നെക്ക് ഇപ്പം വരയ്ക്കുന്നില്ല. പകരം ഷോൾഡറിൽ നിന്ന് ആരംഭിക്കാൻ പോവാം. അപ്പോൾ ഷോൾഡറിൽ നിന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇത് ഫ്രണ്ടിൽ 3 പീസ്, ബാക്കിൽ 3 പീസ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ അളവ് എത്രയാണോ അതിൻ്റെ പകുതി. അങ്ങനെയാണ് സാധാരണക്കാർ ഈ 3 പീസ് ചുരിദാറിന് പറയുന്ന ഒരു സാധാരണ മെഷർമെൻ്റാണ് ഷോൾഡർ അളവിൻ്റെ പകുതി. അത് ചുരിദാർ എടുക്കുമ്പം തയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഷോൾഡർ അല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിനൊരു ബ്രോഡ് നെക്കാണ്, 4.5 ഇഞ്ചിൽ കഴുത്തകലമുള്ളൊരു ബ്രോഡ് നെക്കാണ് കൊടുക്കുന്നെങ്കിൽ എനിക്ക് ഒരു 7 താഴെ മതി. ഇതിൻ്റെ എനിക്ക് ഷോൾഡർ മതി. അതിൻ്റെ പകുതിയല്ല, ഫുൾ ഷോൾഡറിൻ്റെ പകുതി. അതിനേക്കാൾ ഏറ്റവും നല്ല ഈ നമ്മുടെ ആ നടുക്കത്തെ പീസ് എടുക്കാനുള്ള ഏറ്റവും നല്ല അളവെന്ന് പറയുന്നത് നമ്മുടെ അപ്പക്സ് പോയിന്റ്, നമ്മൾ BP to BP പറയല്ലേ, ബ്രസ്റ്റ് പോയിന്റ് ടു നെക്സ്റ്റ് ബ്രസ്റ്റ് പോയിന്റ്, അതായത് BP to BP എത്രയാണോ അതാണ് ഷാർപ്പ് അളവെന്ന് പറയുന്നത്. അതായത് 3 പീസ് നൈറ്റിയുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്രണ്ട് പീസിനെ മറ്റൊരു പീസുമായിട്ട് യോജിപ്പിക്കുമ്പം അത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീങ്ങി കഴിഞ്ഞാൽ വൃത്തികെട്ടല്ലേ. അപ്പോൾ ഷാർപ്പ് അതിന് മുകളിൽ കൂടെ പോകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കത് 4 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് എൻ്റെ സാധാരണ അളവ്. അത് വേണമെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പൂടെ കൂട്ടി ഒരു 4.25 വരെ കൊടുക്കാം, അതിൽ കൂടുതൽ വേണ്ട. 4.25 ഞാൻ അങ്ങനെ എടുക്കുന്നു. ഇത് നിങ്ങൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്താണ്, ഓരോരുത്തരുടെയും ചെസ്റ്റ് അളവിനെ അല്ലെ BP to BP ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളത് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ ഇതെടുക്കാവേ. അപ്പം ഞാൻ എടുത്ത അളവ് എത്രയാണ്? 4.25 കേട്ടോ. 4.25 കാലിഞ്ച് തയ്യൽ തുമ്പായിട്ടാണ് എടുത്തേക്കുന്നത്. 4.5 വേണമെങ്കിലും എടുക്കാം. കൂടുതൽ തയ്യൽ തുമ്പിടുന്നവർക്കാണെങ്കിൽ 4.5 എടുക്കാം. അപ്പോൾ ഇനി ഇതിനെ ചേർത്ത് 1-2 കാര്യം കൂടെ പറയട്ടെ. ഒരു 36-38 ഉള്ളവർക്കാണെങ്കിൽ എത്ര മതി? 3.25 മതി.
മറന്നു പോകരുത്. 32, 34, 35കാർക്ക് 3.5 മതി. അതിൽ താഴെ വരുമ്പോൾ വീണ്ടും താഴും. ഇനി 44, 46 സൈസ് ആണെങ്കിൽ 4.25 വേണ്ടി വരും. അങ്ങനെ വേണം നമ്മൾ അളക്കാൻ. ഈ 4.4 എന്നുള്ള അളവ് നമ്മൾ ഒരു 17 ഇഞ്ച് വരെ ആ സെയിം മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ആ 17 ഇഞ്ചിൽ ഒരു ലൈന് വരയ്ക്കുന്നു. ഉത്തരം വരെ പിടികിട്ടിയില്ലേ? അപ്പോൾ ഈ 17 ഇഞ്ച് വരെയും ഏത് മതി? 4.4 എന്ന മെഷർമെൻറ്റ് നമുക്ക് മതി. അപ്പം 4.4 ഇവിടം വരെ ഞാൻ വരച്ചു. ഇത്രയും പിടികിട്ടിയല്ലോ. നമുക്കിനി ഈ 2 പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കാം. 17 ഇഞ്ച് വരെയുള്ള ഇത്. ഇനി ഈ 17 ഇഞ്ച് എന്നുള്ളത് വലിയ വ്യത്യാസം വരത്തില്ല. പൊക്ക കുറവുള്ളവർക്കാണെങ്കിൽ 16 ഇഞ്ച്, ഒത്തിരി പൊക്കമുള്ളവർക്കാണെങ്കിൽ 17.5, 18 മാറ്റാം. അല്ലാതെ ഒരു മീഡിയം സൈസുകാർക്കെല്ലാം ഈ 17 ഇഞ്ച് മതിയാവും. ഇത്രയും നിങ്ങൾക്ക് പിടികിട്ടില്ലേ? ഇനി നമുക്ക് താഴേക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് താഴോട്ട് കാണാനുള്ളത് ഞാൻ ഇച്ചിരി വലിച്ചിടാം, ഫുൾ കാണാനായിട്ട്. എന്നിട്ട് നിങ്ങൾ നോക്കുക, നമ്മൾ താഴേക്ക് ഇനി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ ആകെ വിഡ്ത്ത് നമ്മൾ നോക്കുന്നു. ഈ തുണിയുടെ ആകെ വിഡ്ത്ത് ഇത് 42 ഇഞ്ച് വണ്ണമാണ്. അതായത് 21 ഉണ്ട്. ഒരു പകുതി നമ്മളെ ഫുൾ മടക്കിയിട്ട പകുതി 21 ഉണ്ട്. ഈ 21ന്റെ പകുതി എത്രയാണ്? 21ന്റെ പകുതി 10.5 ആ 10.5 നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുന്നു. ഇത്രയും വില പിടി കിട്ടിയല്ലോ. ആകെ നമ്മുടെ തുണിക്ക് എത്ര വീതി ഉണ്ടോ അതിൻ്റെ നേർപകുതിയിൽ നമ്മൾ ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ 17ൽ ഇവിടെ ഒരു മാർക്ക് കൊടുത്തില്ലേ? ഇവിടെ നിന്നും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ നമ്മുടെ 10.5ലേക്ക് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. നമ്മുടെ 10.5 നമ്മളിങ്ങനെ ചേർത്ത്. കണ്ടല്ലോ? ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഇതിനകത്ത് സംശയിക്കാനൊന്നുമില്ലല്ലോ. വളരെ ക്ലിയർ അല്ലേ? അപ്പം ഇത് നമ്മുടെ ഒരു ഘട്ടം കഴിഞ്ഞു. നമ്മളിനി ഇത് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണേ. വേണ്ടി ഞാൻ ചെയ്യാവേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് നമ്മുടെ സെൻട്രൽ പീസ് കഴിഞ്ഞില്ലേ? ഇനിയും നമുക്കൊരു പണിയുള്ളത്, നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്യേണ്ടത് ഈ പീസല്ലേ? അപ്പം ഇതിൻ്റെ കൂടിയ വശം ഏതാ? ഇവിടെ അല്ലേ കൂടുതൽ, ഇവിടെ കുറവല്ലേ? ഇവിടെ 10 ഉള്ളൂ. ഇവിടെ 21 വെറും എത്ര നമ്മൾ എടുത്തുള്ളൂ? 4 എടുത്തുള്ളൂ, 4.5 എടുത്തുള്ളൂ. ബാക്കി എത്ര? 17 കിടക്കല്ലേ? അപ്പം എന്ത് ചെയ്യണം എന്നറിയാവോ? ഇത് നമ്മൾ എടുത്ത് തിരിച്ച് നോക്കിക്കണേ, ഇങ്ങനെ തിരിച്ചിടാൻ പോവാ. തിരിച്ചിടുമ്പം എങ്ങനെയാ വന്നത്? ഈ കേർവായ ഭാഗമല്ലേ വന്നേ? നമുക്ക് കേർവല്ല വേണ്ടേ, നമുക്ക് ഏതാ വേണ്ടേ? ഈ ഭാഗം നമുക്ക് വരാം. ഏത്? സ്ട്രെയിറ്റ് ആയിട്ടുള്ള, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വേണം നമ്മുടെ ഈ പീസിനോട് ചേർന്നിരിക്കാൻ. അങ്ങനെ ഞാനിതിനെ ഒന്ന് വിരിച്ചിരട്ടെ. ഈ തുണി ഒരിച്ചിരി അനുസരണയില്ലാത്ത തുണിയാണ്, കണ്ടോ? ഒഴുക്കല, ഒരു കുഞ്ഞു ശ്വാസക്കാറ്റിന് പോലും ഇവന് പോവും. അതുകൊണ്ട് ഞാൻ ഇതുണ്ട് ഇങ്ങനെ കറക്റ്റ് ഈ നീളം വരത്തക്ക രീതിയിൽ 4 പീസും സെയിം ആണെന്നൊക്കെ നോക്കണം. കാരണം 4 പീസും ഒരേ അളവിലാണോ നിൽക്കുന്നത് നോക്കണം. ഈ തേര് 4 ഒരുപോലെയാണോ? കോട്ടണൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇവനൊരു ഇച്ചിരി അനുസരണയില്ലാത്തവനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇതിൻ്റെ ഞാൻ 1/4 ഇഞ്ചിലെ തയ്ക്കാമെന്ന് പറഞ്ഞത്, ആ 1/4 ഇഞ്ചിലേക്ക് ഒരു 1/2 ഇഞ്ച്, ശരിക്കും 1/2 ഇഞ്ച് കയറ്റി വെക്കുന്നു. അങ്ങനെ തന്നെ വേണം വെക്കാൻ. എല്ലാ ഭാഗവും 1/2 ഇഞ്ച് ഈ പീസിനോട് കയറ്റി വെക്കുന്നു. എല്ലായിടവും 1/2 ഇഞ്ച് തന്നെ കയറ്റി വെക്കുന്ന കാര്യത്തിൽ മടിയൊന്നും കാണിക്കരുത്. കൂട്ടി മുട്ടിച്ച് വെച്ചാൽ പോരാ. എന്ത് ചെയ്യണം? നമുക്ക് 1/2 ഇഞ്ചും കയറ്റി വെക്കണം. ഞാൻ കയറ്റി വെക്കട്ടെ. ഇച്ചിരി സമയം എടുക്കും, എന്നാലും വേണ്ടുകയില്ല. ദഴുക്കാക്കി കളയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇഷ്ടമായിട്ട് മേടിച്ച തുണിയായത്. എനിക്ക് വലിയ ഇഷ്ടമായി ഇതിൻ്റെ പ്രിൻറ്റ് കാണാൻ. അപ്പം നമ്മളിങ്ങനെ വെച്ചു, എല്ലായിടവും വെച്ചു, അറേഞ്ച് ചെയ്തു. ഈ പേൾപ്പിനില്ലേ, ഈ പേൾപ്പിൻ ഇതൊരെണ്ണം മേടിച്ചു. നിങ്ങളൊക്കെ ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല. ഞാൻ മറന്നുപോയി. ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. ഒന്നെൻ്റെ തീർന്നു പോയി, കാണാതല്ല, അവിടെ നഷ്ടപ്പെട്ടു പോയി. 2ാമത് മേടിച്ചത് ഈ പേൾപ്പിൻ അല്ലെ ബോൾ പിൻ. ഇത് ഉപയോഗിച്ച് നമുക്ക് പിൻ ചെയ്യാം. അപ്പം അതിനൊന്നും ഒരു മടിയും കാണിക്കല്ലേ. നമുക്ക് ഞാൻ എല്ലാവരെയും ഒന്ന് കുത്തി വെക്കട്ടെ. പോവാണേ. അപ്പം നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നെക്ക് ഞാൻ തീരുമാനിച്ചില്ല. മിക്കവാറും ബ്രോഡ് നെക്ക് എടുക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരു
ബ്രോഡിനൊക്കെ 4 ഇഞ്ചും എനിക്ക് അകലം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 7 എനിക്ക് മതി. തയ്ച്ചു കഴിഞ്ഞാൽ 7 മതി. ഞാൻ 7.25 എടുക്കുക കേട്ടോ. 7.25 എടുത്തന്നേ ഉള്ളൂ. ചിലപ്പോൾ ഞാനത് തയ്ക്കാറാവുന്ന നേരത്ത് വെട്ടിക്കളയും. 7.25 എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, 7.25 ഷോൾഡർ എടുത്തു. ഈ ബ്രോഡിനൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് കുറയ്ക്കുന്നത്. ഇനി അതല്ല ഒരു 3 ഉള്ളെങ്കിൽ എനിക്ക് 7.25 വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണേ. എപ്പോഴാണ് മൂഡ് മാറുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ആ 7.25 തന്നെ നമുക്ക് ആം ഹോളിന് വേണ്ടിയും ഇവിടെ നമ്മൾ 7.25 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കവും നമുക്ക് 7.25 തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. 7.25 തന്നെ ഇതിൻ്റെ ആം ഹോളിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെ വരച്ചേക്കാം അല്ലേ. കണ്ടല്ലോ, 7.25 എടുത്തു. ഇനി നമുക്ക് വേണ്ട 2-3 പോയിന്റ്സ് ഉണ്ടല്ലോ, 2-3 അളവുകളില്ലേ, പറയാവോ എൻ്റെ കൂടെ? നമ്മളെപ്പോഴും ഒന്നിച്ച് ചെയ്യുന്നതല്ലേ. അപ്പം നിങ്ങളൂടെ പറഞ്ഞു തുടങ്ങിക്കോ. ഏതൊക്കെയാണ് 3 അളവ് വേണ്ടത്? നമുക്ക് പ്രധാനമായും 10 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബസ്റ്റ് അളവ്. 15 എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് അളവ്. 19.5 നമ്മുടെ ഹിപ്പ് അളവ്. 19 19.5 20 21 എന്ന് പറഞ്ഞാൽ സ്ലിറ്റാ. നമുക്കിവിടെ സ്ലിറ്റ് അല്ല വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 3 പോയിന്റ് നമുക്ക് ഒന്ന് നേർരേഖയായിട്ട് ഞാൻ വരയ്ക്കാം. 1, ഇത് 2, ഇത് 3. അപ്പം നമ്മൾ 3 ലൈനും വരച്ചു. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നത് ഇങ്ങനെ കണ്ടോ. നമ്മൾ 3 ലൈനും വരച്ചേ. നമുക്ക് മെഷർമെൻറ്റ് തുടങ്ങാം. മെഷർമെൻറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ. ചെസ്റ്റ് ലൈനും നീളത്തിൽ വരച്ചേക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് ബസ്റ്റ് പോയിന്റിൽ നമുക്ക് 41 എന്ന് പറയുമ്പോൾ എത്ര? 10.25 അല്ലേ. 41-ന് 10.25. 10.25-ൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഞാൻ ഇത് ലൈനിങ് അല്ല, പിന്നെ ഇവിടെ ഈ കൂട്ടിയെടുപ്പൊക്കെ ഉണ്ട്, അതിന് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഒരു 10.25-ൻ്റെ കൂടെ ഒരു 10.5 ആക്കിയേക്കാം. ഒരു 4 ഇഞ്ച് കൂടെ അല്ലേ. 10.5 ഇട്ടു. അവിടുന്ന് 2 ഇഞ്ച് സീം അലവൻസ് കിടക്കട്ടെ. ഓക്കെ. ഇനിയും നമ്മുടെ വേസ്റ്റ് 34 34-ൻ്റെ കൂടെ 34 അല്ലേ. അതെ, 8.5 കൂട്ടത്തിൽ ഒരു 8.25 ഒരു 4 ഇഞ്ച് അതും കൂടുതൽ കൊടുക്കുന്നു. അവിടുന്ന് 2 ഇഞ്ച് സീം കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഹിപ്പ് അളവിന് ഒരു മെഷർമെൻറ്റ് മതി. അതായത് ഇവിടെ വരച്ച് ബസ്റ്റ് അളവ് പോലെ തന്നെ 42-ൻ്റേതാണ്. അപ്പോൾ 10.5 ഒരു 1/2 ഇഞ്ചൂടെ കൂട്ടി നമ്മൾ എത്ര കൊടുക്കുന്നു? 11 കൊടുക്കുന്നു. 1 ഇഞ്ച് കൂടെ മാറ്റി. നമ്മൾ ഒരുപാട് ഇവിടെ ലൂസ് വേണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ എല്ലാം കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ എന്ന് യോജിപ്പിക്കുന്ന പോലെ ഇതിനെ ഇങ്ങനെ വേണം നമ്മൾ യോജിപ്പിക്കാൻ. ഇങ്ങനെ ഇതിപ്പോൾ ഈ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് മതി. ഇത് കണ്ടോ, ഇങ്ങനെ ഒതുക്കി ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടോ നിങ്ങൾ? ഇത്രയും വേണ്ടല്ലേ, ഇങ്ങനെയാണ് പോകണ്ടേ. മൊത്തം ഒത്തിരി വരച്ച് കുളമാക്കി ഞാൻ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഈ ആം ഹോൾ കർവ് വരയ്ക്കാം. ഏതാണ്ട് മിഡ് പോയിന്റ് കണ്ട് മിഡ് പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വരച്ചു. ഇത് കണ്ടല്ലോ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയും കൂടെ വെട്ടാം. ഫ്രണ്ട് കൈക്കുഴി വെട്ടാനായിട്ട് ഇവിടുന്ന് ഒരു 4 ഇഞ്ചിൽ നിന്ന് മാറ്റി ഒരു 1/2 ഇഞ്ചോളം മിച്ചം എടുത്ത് വേണ്ട ഇത് ഫ്രണ്ട് ആം ഹോളും വെട്ടി. ഇപ്പോൾ എല്ലാം പണി തീർന്നില്ലേ? ഇനി നമുക്ക് ഇവിടം വരയ്ക്കാനായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾക്കൊരു സൂത്രം കേൾക്കണോ? ഈ തുണിയേ ഉള്ളൂ എനിക്ക് കൈ വെട്ടാൻ, എന്നെ എടുക്കും. അയ്യോ, ഈ തുണി അത് ഏങ്കോണിച്ചായിരിക്കുന്നത്. നമുക്കൊരു കഷ്ടിച്ച് 6.5 കഷ്ടിച്ച് കിട്ടും. കഷ്ടിച്ച 6.5 കുഞ്ഞു കൈ വെക്കാം. അല്ലെ അടിയിലോട്ട് നമുക്ക് ഈ തുണിയുടെ മൂലയിൽ നിന്ന് പടി പിടിപ്പിച്ച് ചെയ്യാവോ നോക്കാം. വണ്ണം എനിക്കൊരു 10.5 വേണം. ഇവിടെ തയ്യൽ തുമ്പം പോയിട്ട് ഒരു ഇത്രയും വരും. നമുക്ക് നോക്കാം, ഒപ്പിക്കാം എങ്ങനെയും അല്ലേ. ഏതായാലും നമ്മൾ തയ്ക്കാൻ തീരുമാനിച്ചു. അല്ലേ സ്ലീവ്ലെസ് ഇടും ഞാൻ. നിങ്ങൾ ചിരിക്കല്ലേ. നമ്മുടെ ഹിപ്പിൻ്റെ ഇവിടുന്ന് നമുക്ക് താഴേക്ക് മാക്സിമം ഈ തുണി ഫുള്ള് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വരയ്ക്കണം. നമുക്ക് സ്ട്രെയിറ്റ് സ്കെയിലെടുത്ത് ഈ താഴത്തെ പോയിന്റുമായിട്ട് നോക്കി ഇങ്ങനെ വരയ്ക്കാം. ഏറ്റവും അടിയിൽ കംപ്ലീറ്റ് കിട്ടുന്ന പോലെ നമ്മൾ വരയ്ക്കുക. കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, കണ്ടോ? ഇപ്പം നമ്മുടെ
നമുക്കിനി കട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയ ഒരു സൂത്രം കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ പീസ് വെട്ടി കഴിഞ്ഞ് തിരിച്ചു വെച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ കണ്ടോ. ഇത് നമ്മളിപ്പോൾ ഇപ്പം വെട്ടണ്ട, നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ വെട്ടി ലെവലാക്കാം. അതുപോലെ ഈ ഭാഗം ഈ സൈഡില്ലേ അത് വാല് പോലെ കിടക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഷേപ്പിന് കൂട്ടി ചേർക്കാം. കണ്ടോ, നമുക്ക് കട്ട് ചെയ്തത്. ഇവിടെ ഇറക്കം 6 ഇഞ്ചുണ്ട്. 6 ഇഞ്ച് ഇത്രേ ഉള്ളൂ നമുക്ക് ആകെ. ഇനി നമുക്ക് വേറെ ഒന്നും ഇത് ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ എടുക്കാൻ പോവാണേ. 6 ഇഞ്ചുണ്ട്. നമുക്ക് വീതി 10.5 ഇത് മടക്കിയതാ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. 11 എടുത്തേക്കാം. 10.5 മതിയായിരുന്നു, ഞാനൊരു 11 എടുക്കുവാണേ. 11 നമ്മുടെ വീതി. അപ്പോൾ ഇതും നമുക്ക് ഇവിടുന്ന് 6-ൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് 3.5 കുറയ്ക്കാം. മനസ്സിലായല്ലോ. ഈ 6 ഇവിടെ നമ്മൾ 6 എടുക്കുന്നു. 6-ൽ നിന്ന് 3.5 കുറച്ചാൽ ഇവിടെ വരും. ഇവിടെ കണ്ടല്ലോ 3.5. നമുക്ക് ഈ 3.5യിലേക്ക് ഇങ്ങനെ നല്ല ഷേപ്പിനുണ്ട്, നമ്മളൊന്നും ചെയ്യണ്ട. കണ്ടല്ലോ, ഒന്നും ചെയ്യണ്ട. അതെ, ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇത് കണ്ടോ, ഒന്ന് കൂടിയും കുറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ തയ്ക്കാൻ നേരത്ത് അഡ്ജസ്റ്റ് ചെയ്യാവേ. ബ്ലൗസ് പീസ് അതുകൊണ്ട്